എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോന്നേ? പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിന് ഈ ലോകത്ത് നീ 10 പേരിൽ കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വാടോ. എന്നെയാണോ? രണ്ടാളും. എന്തൊക്കെയുണ്ട് പ്രിയ സഖാവേ? ചേച്ചിയുടെ കല്യാണമൊക്കെ ഇതുവരെ? ഫെബ്രുവരി 1-നാണ്. സഖാവ് വരില്ലേ? ജനുവരി 31 വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാകും. പോരെ? തന്റെ പേര് വേദ എന്നല്ലേ? ശ്രീവേദ. ശ്രീവേദ. ഇത് താൻ എഴുതിയതാണോ? ഇതെവിടെ നേട്ടി? സഖാവ് ഇത് മാത്രല്ല, ഇവള് ഒരുപാട് എഴുതാറുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ വായിക്കാൻ കൊടുക്കാറില്ല. അങ്ങനെയൊന്നുമല്ല, കുറച്ച് എഴുതുന്നു മാത്രം. നല്ല കവിതയാണല്ലോടോ. ഇതെല്ലാരും വായിക്കട്ടെ അല്ലേ? ആ ലൂക്കോച്ചിന്റെ കൈ കൊടുക്കുക, മാഗസിന് വരും. അത് ഞാൻ ഏറ്റു. അയ്യോ, അതൊന്നും വേണ്ട. എടോ, നമ്മുടെ സൃഷ്ടികളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് 4 വരിയാണെങ്കിലും. അതല്ല, ഇതത്ര നല്ലതല്ല. ഒന്ന് പോടോ. ഇത്ര സ്വാർത്ഥത പാടില്ല കേട്ടോ. എല്ലാവരും വായിച്ച് ആസ്വദിക്കട്ടെ. നന്നായിട്ടുണ്ടോ സഖാവേ? ഇത് ഞാൻ കൊടുത്തിരിക്കും. അപ്പോ വേദ സഖാവേ, വീടെവിടാ? ഞാൻ ഹോസ്റ്റലില്. ഞാൻ പോട്ടെ, ഞാൻ റൂം കാണും. വേദ വളർന്നതൊരു ആശ്രമത്തിലാ. ആശ്രമോ? അപ്പൊ വലുതാണോ? ഏയ്, അതൊരു പാവാ. പുസ്തകത്തിൽ നിന്ന് വായിച്ച ലോകവിവരം മാത്രമേ ഒക്കുള്ളൂ. അല്ല സഖാവേ, അയാൾക്ക് ഈ സംഘടനാ ബോധമൊക്കെ ഉണ്ടോ? അതറിയില്ല. ഈ ലോകത്തെ എല്ലാവരോടും എല്ലാത്തിനോടും അവൾക്കിഷ്ടാ. അത് മതി. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ കവിത ലൂക്കോച്ചിന്റെ കൊടുക്കാൻ മറക്കണ്ട. ലാൽസലം. ഞാനേ ലീഡറോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. ലീഡറെല്ലാം ശരിയായി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. ഓ, എന്തത്? ലോലമീ പാണികൾ. ഹൈ പാട്ടാണല്ലോ. ലോലമീ പാണികൾ ശകികളായല്ലോ, വർമുടി നിബിട വനങ്ങളായല്ലോ. നല്ല പാട്ടാണല്ലോ. പാട്ടല്ല, കവിതയാ. മാഗസീനിൽ കൊടുക്കാനുള്ളതാ. നേരത്തെ തരണ്ടേ പ്രിയേ? ഇതൊരു പേജ് വരില്ലേ? പിന്നെ കവിത തരാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാ. ഇതെന്റെ ഫ്രണ്ട് എഴുതിയതാ. ഇപ്പോഴാ കണ്ടത്. നല്ലതായതുകൊണ്ട് തന്നതാ. സംഭവം ശരി. പക്ഷെ ഇത്രയും വലിയ കവിത ഈ 2-3 വരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ചെയർമാൻ പറഞ്ഞിട്ടാ. ഓഹോ, ഇപ്പൊ താനടക്കം 10ാമത്തെ ആളാവൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവനെ കണ്ടോളാം. ഒരു പേജ് കവിത ഇവിടെ പരസ്യം വെക്കാൻ തന്നെ പേജില്ല. അപ്പോഴാ നീ വാ. മലയാളം നോവൽ സാഹിത്യ ചരിത്രത്തിൽ ലോകത്തെ മൊത്തം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും മനോഹരമായൊരു നോവലായിരുന്നു ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖ ഒരു സ്ത്രീപക്ഷ വായനയുടെ ബിംബമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഇന്ദുലേഖ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിൽ എല്ലാവരും ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫസ്റ്റില കിറ്റിൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഓരോ അല്ല സർ, വേദയൊന്ന് വിളിക്കാൻ. ഇനി അയാളെ കൊണ്ടുപോകണോ? വേദ. താങ്ക് യു സർ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? നമ്മുടെ കഥാപാത്രമായ ഇന്ദുലേഖ. എങ്ങോട്ടാ? വാ പറയാം. നമുക്ക് ലൂക്കോച്ചിനൊന്ന് കാണാം. കവിതയുടെ കാര്യല്ലേ? വേണ്ട. താനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നല്ല കവിതയുടെ അത്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. നല്ലതായിരുന്നെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടെടുത്തേനെ. എടോ, അതൊക്കെ ഞാൻ വേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ സൃഷ്ടിയുള്ള ഉത്തരവാദിത്തം. അത് കവിത പബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടാവട്ടെ, എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? ശരിക്കും നമ്മളെപ്പോലൊരു നിലപാടൊക്കെ ഉണ്ട് അല്ലേ? ശരിയാക്കാം. എന്തോടെ പരിപാടി? കവിത ലോലമി പണികൾ എന്തല്ലേ? അടിപൊളി. കൊള്ളാം, നല്ല വരികൾ. കൊള്ളാം. ഇത് ആരെഴുതിയതാ? ഇതിവിടെ എഴുതിയതാരാന്ന് അറിയത്തില്ല, പക്ഷേ ഈ കവിത
ഫസ്റ്റ് ഇയർ മലയാളത്തിൽ ഒരു കുട്ടിയുടെതാ. ആര്? എടാ ശ്രീവേദ. ഇവിടെ ശ്രീവേദ. പരിപാടി ഏറ്റു. കൊള്ളാല്ലേ? പോരെ പോരെ. സംഭവിച്ചിട്ടുണ്ട്. ശ്രീവേദ ശ്രീവേദ കവിത നന്നായിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അത് ശരിയാട്ടോ, കവിത നന്നായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പലിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ കവിത വായിച്ചു കേട്ടോ. നല്ല അസല് വരികളാ, നല്ല വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള ഒരു കവിത. നല്ല ഭാവിയുള്ള കുട്ടിയാ. അത് ശരിയാ അല്ലേ? മോളെ കവിത കണ്ടോട്ടോ, മനോഹരായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ? ശരി ടീച്ചർ. ഇങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയെ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. അതെ അതെ. ഓട്ടെ അപ്പൊ ശരി. എന്റെ അടുത്ത് ഇനി എന്നോട് മുട്ടടാ. ഞാൻ ഈ ലോക്കൽ ക്ലാസ് ബേസിലോടൊന്നും മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജിൽ കാണോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേസ്യും എന്നെ സമ്മതിക്കണോ അല്ലേ? ഓ സമ്മതിച്ചു. അതാണ് ചേട്ടാ, ആ എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വെക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോടും അധ്യാപക സംഘടനകളോടും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റിനല്ലേ? അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ജീവ. നാച്ചുറൽ ക്ലബിന്റെ സ്ഥലം തിരിച്ചു വാങ്ങിയെന്ന് മാത്രം. എന്നിട്ട് അവിടെ ഞാൻ പറയാം. ഈ കോളേജിന് ചുറ്റും ഏകദേശം 5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ സ്ഥലത്ത് എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്? അതെന്ത് വേണമെന്ന് വഴിയെ തീരുമാനിക്കാം. ഇപ്പോഴത് വെട്ടിത്തെളിയിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിപാടി. 3 കുളം, 50ഓളം തേക്ക്, മറ്റു മരങ്ങൾ, എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കുറ്റിക്കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന മട്ടിൽ മുരളീധരൻ സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കള്ളും കഞ്ചാ അടിച്ചു കിടക്കാനുള്ള സ്ഥലം പോകുന്നതിന്റെ സങ്കടമാണ്. അതോ നിങ്ങൾ ആ സ്ഥലത്തിന് എന്തൊരു പേരിട്ടിട്ടുണ്ടല്ലോ, മൂന്നാറോ കൊടൈക്കനാലോ, എന്താ അത്? ഊട്ടി. അത് ഞങ്ങളിട്ട പേരല്ല, ഇവിടെ പഠിച്ചുപോയി ആരോ ഇട്ടതാണ്. പിന്നെ എല്ലാവരും അതങ്ങ് വിളിച്ചു. ഇനി വരാനുള്ളവരും അത് തന്നെ വിളിക്കും. ഇതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാനത് അറിയിച്ചു. തീരുമാനം എടുത്തു, അറിയിക്കുകയും ചെയ്തു. ഇനി ഈ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ ഞാനൊരു തീരുമാനം ഇപ്പൊ എടുത്തു. അത് ലൂക്കോച്ചൻ പറയും. അതെ, ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. അങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായി? പൂന്തേട്ടാ, ഇതവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇതിന്റെ അകത്തുനിന്നെങ്കിലും എന്നെ സാറെ വിളിക്കടാ. സാറേ, ഇതെല്ലാം റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതവര് വിറ്റ് കാശാക്കാനുള്ള പ്ലാനാണ് കേട്ടാ. അതെ, ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും ദേവസ്വത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവരിതെല്ലാം കെട്ടുമുടിക്കും. മരത്തിൽ കൈവച്ച് അവര് ജയിച്ച പിന്നെ എല്ലായിടത്തും അവര് കൈവയ്ക്കും. അങ്ങനെയല്ലേ ചരിത്രം.